നമസ്കാരം. അമേരിക്കൻ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കുടിയേറ്റക്കാർ ആശ്രയിക്കുന്ന പ്രധാന മാർഗങ്ങളാണ് ഗ്രീൻ കാർഡും പൗരത്വവും. എന്നാൽ പൗരത്വം നേടിയെടുക്കാൻ സ്വീകരിക്കുന്ന കുറുക്ക് വഴികൾക്ക് കടുപ്പമേറിയ നിയന്ത്രണങ്ങളുമായി ട്രംപ് ഭരണകൂടം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഗ്രീൻ കാർഡ് ലക്ഷ്യമിട്ടുള്ള വിവാഹങ്ങൾ, കുട്ടികൾക്ക് ജന്മാവകാശ പൗരത്വം ഉറപ്പാക്കാൻ ടൂറിസ്റ്റ് വിസയിലെത്തി അമേരിക്കയിൽ പ്രസവിക്കുന്ന പ്രസവ ടൂറിസം എന്നിവ കർശനമായ നിരീക്ഷണത്തിലാണ്. വിവാഹ ഉടമ്പടികൾ വെറും രേഖകളിൽ ഒതുങ്ങാതെ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ഇമിഗ്രേഷൻ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. നിയമങ്ങളിലെ ഇമാറ്റം പ്രവാസി സമൂഹത്തിനിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സുതാര്യമായ മാർഗങ്ങളിലൂടെ അല്ലാതെ അമേരിക്കൻ പൗരത്വം നേടുന്നത് ഇനി എളുപ്പമാകില്ല എന്ന വ്യക്തമായ സൂചനയാണ് പുതിയ നയങ്ങൾ നൽകുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങളെ കുറിച്ച് പറയാം. നമുക്ക് അമേരിക്കയിൽ പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ട് പല വഴികളുണ്ട്. ഗ്രീൻ കാർഡ് ലഭിച്ചതിന് ശേഷം 5 വർഷം US-ൽ താമസിച്ചവർക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ US പൗരനെയോ പൗരയോ ഒക്കെ വിവാഹം കഴിച്ച് 3 വർഷത്തെ താമസത്തിന് ശേഷം അപേക്ഷിക്കാം. പിന്നെ ഉള്ളത് നാച്ചുറലൈസേഷൻ പ്രോസസ് ഒക്കെയാണ്. പലരും ഗ്രീൻ കാർഡ് കിട്ടാനായിട്ട് ഒരു കല്യാണം കഴിക്കും. അതാവുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതൊന്നുമല്ലാതെ കുഞ്ഞിന് പൗരത്വം കിട്ടാനായി അമേരിക്കയിൽ പോയി പ്രസവിക്കും. അതിനെ പ്രസവ ടൂറിസം എന്ന് ചിലർ കളിയാക്കി വിളിക്കാറുണ്ട്. പറഞ്ഞു വരുന്നത് പൗരത്വം കിട്ടാൻ വേണ്ടി മാത്രം കുറുക്ക് വഴി സ്വീകരിക്കുന്ന ചിലരെ കുറിച്ചാണ്. അവരെ പിടികൂടാനായി ട്രംപ് ഭരണകൂടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ഗ്രീൻ കാർഡിനായിട്ട് ആരും ഇനി കല്യാണം കഴിക്കാനായിട്ട് നിൽക്കണ്ട. US പൗരനെയോ പൗരയോ വിവാഹം കഴിക്കുന്നത് ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള ഉറപ്പ് നൽകുന്നില്ലെന്ന് US ഇമിഗ്രേഷൻ അറ്റോർണി ആവർത്തിച്ച് പറയുന്നുണ്ട്. US-ലെ കുടിയേറ്റക്കാർക്കിടയിൽ ഭൂരിഭാഗവും ആഗ്രഹിക്കുന്ന അനുമതിയാണ് ഗ്രീൻ കാർഡ് അഥവാ സ്ഥിരം താമസത്തിനുള്ള അനുമതി രേഖ. ഗ്രീൻ കാർഡ് ഉടമകൾ പൂർണ്ണമായും അമേരിക്കൻ പൗരന്മാർക്ക് തുല്യരല്ലെങ്കിലും പല അവകാശങ്ങളും US പൗരന്മാർക്ക് സമാനമായി ലഭിക്കുമെന്നത് ഗ്രീൻ കാർഡിനെ പലർക്കും പ്രിയപ്പെട്ടതാക്കി മാറ്റുകയാണ്. US പൗരത്വം നേടാനുള്ള ഒരു മാർഗം കൂടിയാണിത്. അമേരിക്കൻ പൗരനെ വിവാഹം കഴിച്ച് ഗ്രീൻ കാർഡ് നേടുന്ന രീതിയും നിലവിലുണ്ട്. എന്നാൽ ഇനി അക്കാര്യത്തിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് ട്രംപ്. ഗ്രീൻ കാർഡ് നേടാനായി US പൗരന്മാരെ വിവാഹം കഴിക്കുന്ന രീതി ഇല്ലാതാക്കാനാണ് നീക്കം. അതായത് US നിയമപ്രകാരം അമേരിക്കൻ പൗരരുടെ ഭാര്യ ഭർത്താക്കന്മാർ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കൾക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. എന്നിരുന്നാലും വിവാഹം ഗ്രീൻ കാർഡിനുള്ള ഉറപ്പ് നൽകുന്നില്ലെന്ന് ഇമിഗ്രേഷൻ അറ്റോർണി ആവർത്തിച്ച് പറയുകയാണ്. വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാനാണ് തീരുമാനം. വിവാഹം യാഥാർത്ഥ്യമാണോ അതോ രേഖകളിൽ മാത്രമാണോ നിയമപരമായി നിലനിൽക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി തന്നെ പരിശോധിക്കും. ഒരുമിച്ചല്ലാതെ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതിമാരുടെ അപേക്ഷകൾ നിരസിക്കപ്പെടാനാണ് സാധ്യത. വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ള കേസുകളിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നിങ്ങൾ എന്തിനകന്ന് താമസിക്കുന്നു എന്നത് കണക്കിലെടുക്കില്ല. ജോലിക്കോ പഠനത്തിനോ പണത്തിനോ സൗകര്യത്തിനോ ആണെങ്കിലും അക്കാര്യം ഉദ്യോഗസ്ഥർ പരിഗണിക്കില്ല. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് താമസിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് അവർക്ക് അറിയേണ്ടത്. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ ഇമിഗ്രേഷൻ അറ്റോർണി ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിയമാനുസൃതമായ വിവാഹം എന്നത് ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നാണ് ഇമിഗ്രേഷൻ നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഒരുമിച്ചല്ലാതെയുള്ള താമസം വിവാഹ തട്ടിപ്പായി കണക്കാക്കിയേക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം അവിടെ ഉണ്ട്. ഈ വഴക്കൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അകൽച്ചയിൽ മാറി താമസിക്കുന്ന ദമ്പതികൾ എന്ത് ചെയ്യുമെന്ന്. ഒന്നും ചെയ്യാനില്ല. കാര്യം അമേരിക്കയാണ്, അവിടുത്തെ നിയമങ്ങളാണ്. അധികൃതർ പറയുന്നത് കേൾക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അതായത് ഇത്തരം കാര്യങ്ങൾ ദമ്പതികൾ അകന്ന് താമസിക്കുന്നത് ഗ്രീൻ കാർഡ് അപേക്ഷ നിരസിക്കൽ ഉൾപ്പെടെയുള്ള കൂടുതൽ നടപടികളിലേക്ക് നയിക്കും. വിവാഹം യാഥാർത്ഥ്യ ഉദ്ദേശത്തോടെയാണോ അതോ കുടിയേറ്റ ആനുകൂല്യങ്ങൾക്കായി മാത്രമാണോ നടത്തപ്പെട്ടതെന്ന് നിർണ്ണയിക്കുന്നതിന് ബന്ധത്തിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ വിലയിരുത്തുമെന്ന് ചുരുക്കം. അമേരിക്കയിലെ ഗ്രീൻ കാർഡിനായി മാത്രം ചിലർ കല്യാണം കഴിക്കുന്നത് പോലെയാണ് അമേരിക്കയിൽ പോയി പ്രസവിച്ച് കുഞ്ഞിന് പൗരത്വം നേടിക്കൊടുക്കുന്നത്. അതും ഇടയ്ക്ക് വാർത്തയായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതോടെ ഈ പ്രസവ ടൂറിസത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു. US പൗരത്വം നേടാനുള്ള കുറുക്ക് വഴിയായി ടൂറിസ്റ്റ് വിസയിൽ US-ലെത്തി പ്രസവിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് സർക്കാരിന്റെ കടുത്ത നടപടി. പ്രസവം എന്ന ലക്ഷ്യത്തോടെയാണ് യാത്രയെങ്കിൽ ടൂറിസ്റ്റ് വിസ അപേക്ഷകൾ ഇനി മുതൽ നിരസിക്കുമെന്ന് ഇന്ത്യയിലെ US എംബസി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കുട്ടിക്ക് US പൗരത്വം നേടാൻ വിദേശത്ത് നിന്ന് അമേരിക്കയിലെത്തി പ്രസവിക്കുക എന്നതാണ് യാത്രയുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ ടൂറിസ്റ്റ് വിസ അപേക്ഷകൾ നിരസിക്കും. ഇവർക്ക് ഭാവിയിൽ വിസ ലഭിക്കുന്നതിനും അമേരിക്കയിൽ യാത്ര ചെയ്യുന്നതിനുമെല്ലാം വിലക്കും ഉണ്ടായിരിക്കും. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം നൽകുന്ന ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുന്നതിനുള്ള ഉത്തരവിൽ ഈ വർഷം ആദ്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു. ഇനി മുതൽ അമേരിക്കൻ സംവിധാനങ്ങളെ കബളിപ്പിച്ച് US-ൽ പ്രസവിക്കുക എന്ന ലക്ഷ്യത്തോടെ സമർപ്പിക്കുന്ന ടൂറിസ്റ്റ് വിസ അപേക്ഷകൾ തള്ളിക്കളയുമെന്ന് ചുരുക്കം. ജന്മാവകാശ പൗരത്വം നേടാൻ സന്ദർശക വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനുള്ള US ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് നിലവിലെ സാഹചര്യങ്ങൾ നൽകുന്നത്. ഗ്രീൻ കാർഡിനായി മാത്രം വിവാഹം കഴിക്കുന്നതും ടൂറിസ്റ്റ് വിസ ദുരുപയോഗം ചെയ്ത് പ്രസവത്തിനായി അമേരിക്കയിൽ എത്തുന്നതും ഭാവിയിൽ വിസ നിഷേധിക്കപ്പെടാനും യാത്രാവിലക്കിനും കാരണമാകും.
ജന്മാവകാശ പൗരത്വവും വിവാഹത്തിലൂടെയുള്ള പൗരത്വവും നിയമപരമായ കർശന പരിശോധനകൾക്ക് വിധേയമാക്കുന്നതിലൂടെ അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നതാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. അതിനാൽ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സുതാര്യമായ രീതിയിൽ മാത്രം കുടിയേറ്റ നടപടികൾ പൂർത്തിയാക്കുന്നതായിരിക്കും നല്ലത്. കുറുക്ക് വഴികൾ തേടുന്നത് പൗരത്വം നഷ്ടപ്പെടുത്തുക മാത്രമല്ല, നിയമ നടപടികൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുമെന്ന് അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട്.